വയനാട് വടക്കനാട് നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന മുട്ടിക്കൊമ്പനെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോയി. യുവ കർഷകന്റെ ജീവനെടുത്ത മുട്ടിക്കൊമ്പനെ 13 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദൌത്യസംഘം ഇന്ന് രാവിലെ 6 മണിയോടെ മയക്കുവെടി വെച്ചത്. താത്തൂർ വനമേഖലയ്ക്കടുത്തുള്ള ഓനച്ചൻ കവലയിൽ വെച്ചാണ് മുട്ടിക്കൊമ്പൻ മയങ്ങിയത്. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഇപ്പോൾ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അനീഷ, ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനി മുത്തങ്ങ ആനപ്പന്തിയിലെത്തി വെറ്റിനറി സംഘം ആനയെ പരിശോധിച്ചതിന് ശേഷമേ അത്തരം വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 ദിവസത്തിന് ശേഷം 13ാമത്തെ ദിവസത്തിലാണ് മുട്ടിക്കൊമ്പൻ വലയിലായിരിക്കുന്നത്. കഴിഞ്ഞ ഈ 12 ദിവസവും കൃത്യമായി കൊണ്ട് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു മുട്ടിക്കൊമ്പൻ. പല തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയെങ്കിലും അതൊക്കെ പരാജയമാകുമായിരുന്നു. എന്നാൽ ഇന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും 6 മണിയോടുകൂടി തന്നെ മയക്കുവെടി വെക്കാൻ സാധിക്കുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് 3 മണിയോടുകൂടിയാണ് ഈ വനമേഖലയിൽ നിന്ന് ആനയെ പുറത്ത് എത്തിച്ചത്. ഇനി മുത്തങ്ങ ആനപ്പന്തിയിലേക്കായിരിക്കും ആനയെ മാറ്റുക. വനക്കാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം അവർക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ആളുകളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിൽ ആനയുടെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം വടക്കനാട് മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരാളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിയതും അതൊക്കെ തന്നെ അതിനൊരു കാരണം തന്നെയായിരുന്നു. അതിനുശേഷം തുടർന്ന് പല തവണ കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തുകയും പല വ്യാപകമായി കൃഷിനാശം ഉൾപ്പെടെ വരുത്തുകയും ചെയ്ത ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയെ പിടികൂടണമെന്ന് അടക്കമുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നാട്ടുകാർ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറങ്ങിയതിനു ശേഷം വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. പിടികൂടാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമമായിരുന്നു. 100-ലധികം വനംവകുപ്പിന്റെയും മാറാട്ടി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ ആന ദൗത്യം പുരോഗമിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് കൃത്യമായി കൊണ്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു, ആനയെ പിടികൂടാനായി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വടക്കനാട് എന്ന് പറയുന്നത് നിരന്തരം കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ വന്യമൃഗശല്യത്തിനെതിരെ വേണമെന്നതടക്കമുള്ള ആവശ്യം നിരവധി തവണ ആളുകൾ ഉന്നയിച്ചിരുന്നു. പല തരത്തിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ ഫെൻസിംഗ് ഉൾപ്പെടെ തകർത്തുകൊണ്ട് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു വടക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കണ്ടുവരുന്നത്. അതിനിടയിലാണ് മറ്റൊരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത്. ആ ജീവൻ പൊലിഞ്ഞതിന് ശേഷം പ്രതിഷേധമുണ്ടാകുന്നു. മറ്റൊരു ആനയെ കൂടി പിടികൂടാൻ വനംവകുപ്പിനായിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ആന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നത് ഇപ്പോഴും വടക്കനാട് ഉൾപ്പെടെയുള്ള വയനാട്ടിലെ വിവിധ മേഖലകളിലുള്ള നിരന്തരമായി ഉയരുന്ന ആവശ്യമാണ്. അതിനൊരു പരിഹാരം വേണമെന്നത് തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. അനീഷ, ഏതായാലും 13 ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മുട്ടിക്കൊമ്പനെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ മുട്ടിക്കൊമ്പൻ മാത്രമല്ല, പ്രദേശത്ത് ഇനിയും കാട്ടാനകളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ശാശ്വത പരിഹാരം വേണമെന്നൊരു ആവശ്യം കൂടി വടക്കനാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.